മണിക്കൂറുകൾ നീണ്ട രാജ്യാഭിമുഖങ്ങൾക്ക് ഒടുവിൽ മണിപ്പൂരിൽ മുഖ്യമന്ത്രി എൻ ബീരാൻ സിംഗ് രാജിവെക്കില്ല എന്ന് സൂചന. മുഖ്യമന്ത്രിയുടെ രാജിക്കത്ത് അനുയായികൾ കീറിക്കളഞ്ഞു. ഗവർണറെ കാണാതെ മുഖ്യമന്ത്രി മടങ്ങിയിരിക്കുകയാണ്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്നും. KC, രാജി ഒരു നാടകമായിരുന്നു എന്ന തരത്തിൽ പോലും വിമർശനങ്ങൾ വരുന്നൊരു പശ്ചാത്തലങ്ങളൊക്കെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കം മണിപ്പൂർ സന്ദർശിച്ച സമയത്ത് പോലീസ് അനുവാദം നൽകിയില്ല. ഒപ്പം തന്നെ ഒട്ടനവധി രാഷ്ട്രീയ നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു മണിപ്പൂർ. എന്താണ് ശരിക്കും മണിപ്പൂരിൽ സംഭവിക്കുന്നത്? അജി, സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ അതോടൊപ്പം തന്നെ സംഘർഷാവസ്ഥയിലൂടെയാണ് മണിപ്പൂർ പോകുന്നത്. BJPയെ സംബന്ധിച്ച് നിർണായകമായ ഒരു സാഹചര്യമായിരുന്നു മണിപ്പൂരിൽ ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് അവിടെ രാജിവെക്കും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അദ്ദേഹം 1 മണിക്ക് ശേഷം അദ്ദേഹം ഗവർണറെ കാണുമെന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം പിന്നീട് 3 മണിക്കാണ് അദ്ദേഹം ഗവർണറെ കാണുക എന്ന രീതിയിൽ ഔദ്യോഗികമായി സ്ഥിരീകരണം വന്നു. അദ്ദേഹം 3 മണിക്ക് ശേഷം ഗവർണറെ കാണാനായിട്ട് ഗവർണർ വസതിയിലേക്ക് പോയ സമയത്താണ് കൂടുതൽ ആളുകൾ, അതായത് അദ്ദേഹത്തിന്റെ അനുയായികൾ, പിന്തുണ അറിയിച്ചെത്തിയ ആളുകൾ രാജി വെക്കാൻ സമ്മതിക്കില്ല എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പിന്തുണ അറിയിച്ചെത്തി അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയതോടെ ബീരൻ സിംഗിന് തിരിച്ചു പോകേണ്ടതായി വന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ രാജിക്കത്ത് ഈ അനുയായികൾ എടുത്ത് കീറിയെറിയുന്നൊരു സ്ഥിതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വലിയ ഒരു സമ്മർദ്ദം അവിടെ അദ്ദേഹത്തിന്റെ രാജിക്കായിട്ടുണ്ടായിരുന്നു. കുക്കി വിഭാഗം കുറച്ച് നാളുകളായി തന്നെ ബീരൻ സിംഗിന്റെ രാജി ആവശ്യപ്പെടുന്നു. കൂടാതെ പ്രതിപക്ഷം ഈ സംഘർഷ സ്ഥിതി അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ അവിടുത്തെ സർക്കാർ ഇടപെടുന്നതിൽ വലിയൊരു പരാജയപ്പെട്ടു എന്ന രീതിയിലുള്ള വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. കേന്ദ്ര സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളും ഒരുപോലെ ഇടപെട്ടിട്ടും അവിടെ സംഘർഷം ശമിക്കുന്നില്ല, അവിടെ സമാധാന ശ്രമങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനം വിവിധ കോണുകളിൽ നിന്നെല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇന്ന് രാജിക്കായി അദ്ദേഹം തയ്യാറായതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വൈകിട്ട് 3 മണിക്ക് ശേഷം അവിടെ അദ്ദേഹം രാജി വെക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അനുയായികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹത്തിന് പിന്നോട്ട് പോകേണ്ടതായി വന്നു. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ നമ്മൾ രാജസ്ഥാനിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണോ എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. രാജിവെക്കാതിരിക്കാനുള്ള തന്ത്രമാണോ എന്ന രീതിയിലുള്ള വിലയിരുത്തലും ആ രീതിയിലും നമുക്ക് അതിനെ കാണാം. രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ അങ്ങനെയും കാണാമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയൊരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഈ ബീരൻ സിംഗ് രാജിവെക്കുകയായിരുന്നെങ്കിൽ അത് BJPയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറിയാനെ. ഈ കലാപം അവിടെ അവസാനിപ്പിക്കുന്നതിൽ BJP നിലവിൽ പരാജയപ്പെട്ടെന്ന രീതിയിലുള്ള വിലയിരുത്തലുകളാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ബീരൻ സിംഗ് രാജി പിൻവലിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഒരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് രാജിക്കില്ല, ഈ നിർണായക ഘട്ടത്തിൽ രാജിവെക്കില്ല എന്നൊരു സ്ഥിരീകരണം അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡിലിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും മണിപ്പൂരിൽ ഇപ്പോൾ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് രാജിക്കില്ല എന്നതാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം മണിപ്പൂരിൽ തുടരുകയായിരുന്നു. ഇന്ന് മെയ്തൈ വിഭാഗത്തിലെ ആളുകളുമായി അദ്ദേഹം അവർ താമസിക്കുന്ന ക്യാമ്പുകളിലെത്തി രാഹുൽ ഗാന്ധി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇന്നും റോഡ് മാർഗമുള്ള അദ്ദേഹത്തിന്റെ യാത്ര പോലീസ് തടഞ്ഞു. സുരക്ഷ മുൻനിർത്തിയാണ് യാത്ര തടഞ്ഞത്. തുടർന്ന് അദ്ദേഹം ഹെലികോപ്റ്റർ വഴിയാണ് ഈ മെയ്തൈ വിഭാഗത്തിലെ ആളുകളെ കാണാനായിട്ട് അദ്ദേഹം പോയത്. അവിടെ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി. കുട്ടികളുമായി അദ്ദേഹം ഭക്ഷണം കഴിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിട്ട് അറിയുകയുണ്ടായി. കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞു. തുടർന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന ഒരു സ്ഥിതിയും കൂടി ഉണ്ടായി. അദ്ദേഹം ആ കാര്യം പറഞ്ഞത് മണിപ്പൂരിൽ സമാധാനമാണ് മണിപ്പൂരിന് വേണ്ടത്, അതോടൊപ്പം തന്നെ എല്ലാ ആവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാകും എന്നൊരു പിന്തുണ അദ്ദേഹം പറയുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ട് ഇടപെടണം എന്നൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം ഒരു 1:30 ശേഷം അദ്ദേഹം ഗവർണറെ കണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ധരിപ്പിച്ചു. രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ ക്യാമ്പുകളിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇതെല്ലാം തന്നെ ഗവർണറിന് മുമ്പാകെ എത്തിക്കുകയുണ്ടായി. ഈ മരുന്നുകളടക്കം ദൗർലഭ്യം അവിടെ ക്യാമ്പുകളിൽ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം തന്നെ രാഹുൽ ഗാന്ധി അവിടെ ഗവർണറെ ധരിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. എന്തായാലും ഇന്ന് വൈകിട്ടോടെ അദ്ദേഹം ഇംഫാലിലെത്തി ഈ സമാന ചിന്താഗതിക്കാരായ 10 പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങുകയുള്ളതെന്നാണ് ലഭ്യമാവുന്ന വിവരം. നമ്മൾ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് സമാധാന ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല എന്ന് തന്നെയാണ് മണിപ്പൂരിൽ BJPയെ സംബന്ധിച്ചുള്ളത്. ആ ഘട്ടത്തിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അവിടെ എത്തി സമാധാന ശ്രമങ്ങൾക്കായി ചർച്ചകൾ നടത്തുന്നു. അത്തരത്തിൽ നിർണായകമായ ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. രാഹുൽ ഗാന്ധി അവിടെ ഈ ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം നേരിട്ട് അറിയാൻ ശ്രമിച്ച് ഒരു പിന്തുണ അറിയിക്കുന്ന ഒരു സമീപനമാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. അപ്പോൾ അത്തരത്തിലാണ് അവിടെ
കാര്യങ്ങൾ നടത്തുന്നത്. BJP സംബന്ധിച്ച് BJP നേരിടുന്ന ഏറ്റവും വലിയ വിമർശനവും ഇത് തന്നെയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെ നോക്കിയിട്ടും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നില്ല എന്നൊരു കാര്യമാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മെയ് 3-നാണ് ഈ രീതിയിൽ അവിടെ സംഘർഷം തുടങ്ങിയത്. ഈ രണ്ട് വിഭാഗങ്ങൾ, അതായത് കുക്കി മെയ്തേ വിഭാഗങ്ങൾ തമ്മിൽ ഈ സംവരണത്തെ ചൊല്ലി അവിടെ സംഘർഷം ഉടലെടുക്കുകയായിരുന്നു. 2 മാസം പിന്നിടുന്ന ഒരു ഘട്ടം വന്നിട്ട് പോലും അവിടെ സമാധാന ശ്രമങ്ങൾ ഫലം കാണുന്നില്ല. കൂടാതെ 100-ലധികം ആളുകളാണ് ഇതുവരെ മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിൽ 3 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് അവിടെ രാജി പ്രഖ്യാപിച്ചത്. തുടർന്ന് അദ്ദേഹം ഈ അനുയായികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് രാജി പിൻവലിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി. അദ്ദേഹം നിലവിൽ രാജിയില്ല, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ രാജിയിലേക്ക് പോകുന്നില്ല എന്നൊരു കാര്യമാണ് ബീരൻ സിംഗ് വ്യക്തമാക്കിയത്. കൂടാതെ രാഹുൽ ഗാന്ധി ഇന്ന് സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി സമാന ചിന്താഗതിക്കാരായ 10 പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായും സമയത്തിന് ശേഷം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അജി.